Nano, Nano, the dream that started it all. Ratan Tata had once simple dream to give India's middle class a safe, modern and affordable car. പുള്ളിൻ്റെ വിഷൻ അതായിരുന്നു. ആഹ് ഓ അതായത് നമ്മുടെ ഇന്ത്യയിൽ കുറേയധികം ആൾക്കാർ ഇത് കണ്ടില്ലേ, ഒരു ഫാമിലിയിലെ 4 ആൾക്കാർ ഒരു ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ പുള്ളി കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിൻ്റെ അങ്ങനെ ഒരു വിഷൻ പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഒരു പീപ്പിൾസിൻ്റെ കാറായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യണമെന്ന് എല്ലാവരും വിചാരിച്ചത്. സംതിങ് ഒരു സ്മോൾ ആയിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും അത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനമായിരിക്കണം. അങ്ങനെയാണ് ഈ സാധനം ഇറക്കുന്നത്. The goal was bold, with a compact, fuel efficient and budget friendly car that could replace two wheelers for millions. അതായത് ടു വീലേഴ്സിന് പകരം അവർക്കൊരു ഫോർ വീലർ യൂസ് ചെയ്യണം. അതായത് ടു വീലറിൻ്റെ ആ ഒരു വിലയ്ക്ക് തന്നെ അതൊരു കാറായിരിക്കരുത്, അതൊരു ചെറിയൊരു മൂവ്മെൻ്റ് ആയിരിക്കണം. അതായത് ഇന്ത്യൻ കോമൺ മാൻ്റെ ഇടയിൽ അതൊരു മൂവ്മെൻ്റ് ആയിരിക്കണം. അവരുടെ ഒരു ഫാമിലിനെ ഇവിടെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു കിടിലൻ ഇതായിരിക്കണം എന്നാണ് പുള്ളി വിചാരിച്ചത്. അങ്ങനെ കുറേയധികം വർഷങ്ങളുടെ എന്താ പറയുക ഇന്നൊവേഷനും പരിപാടിയും എല്ലാം ഇതാക്കിയപ്പോഴത്തേനും ആ ഒരു ഐഡിയ വളരെയധികം ഷേപ്പായിട്ടുള്ളൊരു സാധനമായിട്ടുണ്ടായിരുന്നു. 2008 ഡൽഹിയിൽ ഓട്ടോ എക്സ്പോയിൽ വെച്ചിട്ട് എന്താ പറയുക ടാറ്റ നാനോ ഏകദേശം 1,00,000 രൂപയ്ക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 1,00,000 രൂപ 2008. നാനോ ഗ്രാബിഡ് ഗ്ലോബൽ ഹെഡ്ലൈൻസ് ആസ് എ വേൾഡ്സ് ചീപ്പസ്റ്റ് കാർ. അത് വേൾഡിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള കാറായിരുന്നു. ബട്ട് വാട്ട് വാസ് മീൻഡ് ആസ് പ്രൈഡ് ബിക്കെയിം ഇറ്റ്സ് ഡൗൺഫോൾ. സത്യം, അതായത് ആർക്കും പീപ്പിൾ ഡിഡ് നോട്ട് വാണ്ട് ടു സീൻ ഡ്രൈവിംഗ് ദി ചീപ്പസ്റ്റ് കാർ, ദേ വാണ്ടഡ് സംതിങ് ആസ്പിറേഷണൽ. ആർക്കും ഇങ്ങനെ ചീപ്പസ്റ്റ് കാർ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്താ പറയുക, ആ ഒരു പെർസെപ്ഷൻ, അതായത് ഇത്രയധികം നല്ലൊരു ഇന്നോവേഷൻ ആയിരുന്നു, പക്ഷെ ആ ഒരു ഇന്നോവേഷൻ്റെ ഇമേജിനൊക്കെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി അർബൻ ബയേഴ്സായിട്ടുള്ള ആൾക്കാരൊന്നും അത് വാങ്ങാൻ നിന്നില്ല. അതേപോലെ തന്നെ സെയിൽസ് നല്ല രീതിയിൽ തന്നെ ഡിപ്പായിട്ടുണ്ട്. പിന്നെ സെവറൽ ആയിട്ടുള്ള അപ്ഗ്രേഡ്സും, അങ്ങനെ സെവറൽ അപ്ഗ്രേഡ്സ് ആൻഡ് ന്യൂ ക്യാമ്പയിൻസ് നാനോ നെവർ കവേർഡ്. സത്യം, പുതിയ അപ്ഡേറ്റ്സും ന്യൂ ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നാനോ നടന്നില്ല, നാനോൻ്റെ പരിപാടി നടന്നില്ല. 2008 2019 ആക്കിയപ്പോഴത്തേനും നാനോ അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ ചെയ്തു. അങ്ങനെയാണ് എ കാർ ദാറ്റ് ബിഗാൻ വിത്ത് എ നോബിൾ മിഷൻ പേർലി റോൾഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ലൈൻ ഫോർ ദ ലാസ്റ്റ് ടൈം. 2018-19 അങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ അവർ നിർത്തി. വാട്ട് വാസ് സപ്പോസ് ടു ചേഞ്ച് ഇന്ത്യസ് റോഡ് ബിക്കെയിം എ കേസ് സ്റ്റഡി ഇൻ മാർക്കറ്റ് മിസ്റ്റേക്സ് ആൻഡ് പബ്ലിക് പെർസെപ്ഷൻ. അതായത് ഈ പബ്ലിക് പെർസെപ്ഷൻ വെച്ചിട്ട് എങ്ങനെ ഒരു മാർക്കറ്റിൽ വണ്ടികൾക്കൊക്കെ ഇത്രയധികം ബാക്ക് സ്ലാഷൊക്കെ കിട്ടുമെന്ന്, അതായത് ഇങ്ങനെ അടി കിട്ടുമെന്ന് തന്നെ ഇതൊരു പഠിപ്പിച്ചൊരു വലിയൊരു കാര്യം തന്നെയാണ്. എ ലെജൻഡ് മുമ്പ് ഇറ്റ് വാസ് ജസ്റ്റ് എ കാർ, ഇറ്റ് വാസ് രത്തൻ ടാറ്റാസ് ഡ്രീം ഫോർ ഇന്ത്യ. ഈ പുള്ളിൻ്റെ ഒരു വലിയൊരു ഡ്രീം തന്നെയായിരുന്നു. ഹി കെയർ ഫോർ പീപ്പിൾ നോ വൺ എൽസ് തോട്ട് അബൌട്ട് എവറി ഡേ ഇന്ത്യൻ ഫാമിലി. അതെ, ഫാമിലിനെ കുറിച്ച് പുള്ളി വളരെയധികം കെയർ ചെയ്തിരുന്നു. ബട്ട് സംവെയർ വി ഫെയിൽ ടു സീ ദ വിഷൻ ബിഹൈൻഡ് ദ 5 സ്റ്റാർ. സത്യം, ചില വിഷനൊക്കെ നമ്മൾ കാണാതിരിക്കും ചിലപ്പം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടാറ്റ നാനോ വിൽ ഓൾവേസ് റിമെയിൻ എ സിംബൽ ഓഫ് ഇന്നോവേഷൻ, യൂണിറ്റി ആൻഡ് ഹാർട്ട്. ഓ, നോ വൺ എവർ കെയർഡ് അബൌട്ട് us but this legend and we failed. സത്യം, രത്തൻ ടാറ്റ 1937 തൊട്ട് 2024 വരെ. ഓ, രത്തൻ ടാറ്റ 2025.